കാസർകോട്ടെ വിദ്യാർത്ഥിനിയുടെ മരണകാരണം ഭക്ഷ്യവിഷബാധയല്ല എന്ന് ജില്ലാ പോലീസ് മേധാവി. അഞ്ജുശ്രീയുടെ മരണത്തിന് കാരണം രാസപരിശോധനാ ഫലം വന്നാലേ കൃത്യമായി പറയാൻ സാധിക്കുകയുള്ളൂ എന്ന് SP വൈഭവ് സക്സേന പറഞ്ഞു. പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറുടെ മുറി അനുസരിച്ച് ഫുഡ് പോയ്സണിംഗ് സാധാരണമല്ലാത്ത നിരവധി ഫൈൻഡിങ്സ് ഉണ്ടായിരുന്നു. അതിനാൽ ഇത് ഒരു കെമിക്കൽ എക്സാമിനേഷൻ വളരെ പ്രധാനമാണ്. ഇത് ടു റൂൾ ഔട്ട് ദ പ്രസൻസ് ഓഫ് എനി ഡ്രഗ്സ്, കെമിക്കൽസ് ഓർ എനി പോയ്സൺ. സോ ഇത് ഇപ്പോൾ തത്കാലമായി ഇത് സാമ്പിൾ കെമിക്കൽ എക്സാമിനേഷന് വേണ്ടി അയക്കുന്നു. ഇത് കൂടാതെ ഞങ്ങൾക്ക് പ്രാഥമിക ചില തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അത് കെമിക്കൽ റിപ്പോർട്ട് കിട്ടിയ ശേഷം മാത്രം കൺഫേം ചെയ്യപ്പെട്ടു ഇത് എന്നാണ് സ്റ്റേറ്റസ്. കോട്ടയത്ത് ഭക്ഷ്യവിഷബാധയേറ്റ് യുവതി മരിച്ച സംഭവത്തിൽ മുഖ്യപ്രതി പോലീസ് പിടിയിൽ. മലപ്പുറം മന്തി ഹോട്ടലിലെ ചീഫ് കുക്ക് മുഹമ്മദ് സിറാജുദ്ദീനാണ് പിടിയിലായത്. കാടാമ്പുഴയിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. രശ്മിയുടെ മരണം ഭക്ഷ്യവിഷബാധയേറ്റെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് എന്ന് പോലീസ് വ്യക്തമാക്കി. സംഭവത്തിൽ കൂടുതൽ പ്രതികൾ ഉണ്ടെന്നും ഹോട്ടൽ ഉടമ ഉൾപ്പെടെ ഉള്ളവരെയും പിടികൂടുമെന്നും പോലീസ് അറിയിച്ചു. പത്തനംതിട്ടയിൽ വീണ്ടും ഭക്ഷ്യവിഷബാധ. പത്തനംതിട്ട ചന്ദനപ്പള്ളി റോസ്ഡെയിൽ സ്കൂളിലെ 13 വിദ്യാർത്ഥികളെയും 3 അധ്യാപകരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെള്ളിയാഴ്ച നടന്ന സ്കൂളിലെ ആനിവേഴ്സറിക്ക് വിതരണം ചെയ്ത ചിക്കൻ ബിരിയാണി കഴിച്ചവരെയാണ് വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചത്. കൊടുമണ്ണിൽ അടുത്ത കാലത്തായി പ്രവർത്തനം ആരംഭിച്ച കാരമൽ എന്ന ഹോട്ടലിൽ നിന്ന് എത്തിച്ച ബിരിയാണി കഴിച്ചവർക്കാണ് ഭക്ഷ്യവിഷബാധയുണ്ടായത്. ഉച്ചയ്ക്ക് സ്കൂളിൽ എത്തിച്ച ഭക്ഷണം വൈകുന്നേരമാണ് സ്കൂൾ അധികൃതർ കുട്ടികൾക്ക് നൽകിയത് എന്നാണ് ഹോട്ടൽ ഉടമയുടെ വിശദീകരണം. ഹോട്ടലിന്റെ പ്രവർത്തനം നിർത്തിവെക്കാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. ആരുടെയും നില ഗുരുതരമല്ല. ഇടുക്കി നെടുങ്കണ്ടത്ത് ഒരു കുടുംബത്തിലെ 3 പേർക്ക് ഭക്ഷ്യവിഷബാധയേറ്റ സംഭവത്തിൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗം പരിശോധന നടത്തി. ഷവർമ കഴിച്ച ഹോട്ടലിലും ആശുപത്രിയിലും ആയിരുന്നു പരിശോധന. പീരുമേട്, ഇടുക്കി എന്നിവിടങ്ങളിലെ ഫുഡ് ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത്. മുജാഹിദ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങൾക്ക് മറുപടിയുമായി സമസ്തയുടെ ആദർശ സമ്മേളനം. ഫാസിസ്റ്റ് സംഘടനകൾക്ക് വേദിയൊരുക്കുകയാണ് മുജാഹിദുകളെന്ന് സമസ്ത നേതാവ് നാസർ ഫൈസി പറഞ്ഞു. ബാബറി മസ്ജിദ് പോലുള്ള വിഷയങ്ങളിൽ സമുദായത്തെ ഒറ്റുകൊടുത്തവരാണ് മുജാഹിദ് പ്രസ്ഥാനമെന്നും അദ്ദേഹം ആരോപിച്ചു. ശശി തരൂരിനെ താക്കോൽ സ്ഥാനത്തേക്ക് പിന്തുണച്ച NSS. തരൂർ പ്രധാനമന്ത്രിയാകാൻ പോലും യോഗ്യനാണ് എന്ന് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ. എന്നാൽ തരൂരിന്റെ സഹപ്രവർത്തകർ അതിന് അനുവദിക്കുന്നില്ല. VD സതീശനും രമേശ് ചെന്നിത്തലയും ഒരേ തൂവൽ പക്ഷികളെന്നും കുറ്റപ്പെടുത്തുന്നു. ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് സുകുമാരൻ നായർ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് ഡൽഹി നായർ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും അദ്ദേഹത്തിൻ്റെ അറിവും അദ്ദേഹത്തിൻ്റെ ലോകപരിചയവും ശരിക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു വിശ്വപൗരനാണ്, ഒരു കേരളീയനാണെന്ന് എനിക്ക് ബോധ്യമായി. ഇത്രയും അറിവുള്ള ഒരു മനുഷ്യൻ ആരുണ്ട്? ഇന്ത്യയുടെ പോലും പ്രധാനമന്ത്രിയായിട്ട് ഇരിക്കാൻ യോഗ്യതയുള്ള ആളാണ്. പക്ഷേ കൂട്ടത്തിൽ നിൽക്കുന്നതിന് സമ്മതിക്കാനും പിന്നെ എന്താ ചെയ്യാൻ? അധോഗതി എന്നല്ലാതെ വല്ലതും പറയാനുണ്ട്. തുടർച്ചയായ പ്രസ്താവനകളിലൂടെ NSS തരൂരിനെ പിന്തുണയ്ക്കുകയാണ്. കേരളത്തിൽ കളം നിറയാനൊരുങ്ങുന്ന തരൂരിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടുകയാണ് NSSന്റെ ലക്ഷ്യം. നിലവിലെ കോൺഗ്രസിന്റെ മറ്റ് മുൻനിര നേതാക്കളോടുള്ള അതൃപ്തി പരസ്യമാക്കിയ സുകുമാരൻ നായർ പണ്ട് താക്കോൽ സ്ഥാനത്തിനായി വാദിച്ച രമേശ് ചെന്നിത്തലയെയും തള്ളിപ്പറഞ്ഞു. ചെന്നിത്തലയെ ഉയർത്തിക്കാട്ടിയതാണ് നിയമസഭാ തോൽവിക്ക് കാരണമെന്നാണ് NSSന്റെ നിരീക്ഷണം. UDF ഗവൺമെൻറ്റിൻ്റെ ഭരണം പോയത് കഴിഞ്ഞ പ്രാവശ്യം രമേശ് ചെന്നിത്തലയെ പ്രൊജക്റ്റ് ചെയ്ത് വെച്ചതുകൊണ്ടാണ് പോയത്. ഉമ്മൻചാണ്ടി ആയിരുന്നെങ്കിൽ അത്രയും തോൽവി വരത്തില്ലായിരുന്നു. അപ്പം ജനങ്ങൾക്കുള്ള ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു. VD സതീശനെതിരെയും UDFന്റെ പ്രവർത്തനങ്ങൾക്കെതിരെയും NSS രംഗത്തു വന്നു. കോൺഗ്രസ് ആഭിമുഖ്യം സംബന്ധിച്ച കൃത്യമായ സൂചന നൽകിയ NSS നേതൃത്വം BJPയെ തള്ളി. ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മന്നം ജയന്തി സമ്മേളനത്തിലെ പ്രഖ്യാപനങ്ങളെ കവച്ചുവെക്കുന്ന നിലപാട് G സുകുമാരൻ നായർ സ്വീകരിച്ചത്. മുഖ്യമന്ത്രി സ്ഥാനം വിദൂരമായെങ്കിലും സ്വപ്നം കാണുന്ന ശശി തരൂർ സ്വാഭാവികമായും NSSനെ പോലൊരു സംഘടനയുടെ പിന്തുണ ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷേ തുടർച്ചയായി ഉണ്ടാകുന്ന അനുകൂല പ്രസ്താവനകൾ നായർ ബ്രാൻഡിലേക്ക് തരൂരിനെ ഒതുക്കുമോ എന്ന ആശങ്കയും ചില്ലറയല്ല. ഫലത്തിൽ NSSന്റെ പ്രസ്താവനകൾ തള്ളാനും കൊള്ളാനുമാവാത്ത സാഹചര്യമാണ് ശശി തരൂരിന് മുന്നിൽ ഉണ്ടാക്കുന്നത്. TG സജിത്ത്, ന്യൂസ് 18.
ജി സുകുമാരൻ നായരുടെ പിൻഗാമി ആരെ എന്ന തർക്കത്തിൽ NSSൽ പൊട്ടിത്തെറി. രജിസ്ട്രാർ PN സുരേഷ് അടുത്ത ജനറൽ സെക്രട്ടറി ആകുമെന്ന മാധ്യമ വാർത്തകളാണ് പൊട്ടിത്തെറിയിലേക്ക് നയിച്ചത്. ഒരു വിഭാഗം പ്രതിഷേധം ഉയർത്തിയതോടെ ജി സുകുമാരൻ നായർ PN സുരേഷിന്റെ രാജി ചോദിച്ചു വാങ്ങി. സമീപകാലത്ത് ഒന്നുമില്ലാത്ത തർക്കമാണ് NSSൽ ഉടലെടുത്തത്. ശശി തരൂരിന്റെ NSS ആസ്ഥാനത്തെ സന്ദർശനത്തിന് പിന്നാലെ വന്ന വാർത്തകളിൽ PN സുരേഷ് സുകുമാരൻ നായർക്ക് പിൻഗാമിയാകുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നു. ഇതിൽ പ്രതിഷേധവുമായി ഒരു വിഭാഗം ജി സുകുമാരൻ നായരെ കണ്ട് പരാതി അറിയിച്ചു. ഇതോടെയാണ് സുരേഷിന്റെ രാജി അടിയന്തിരമായി ചോദിച്ചു വാങ്ങിയത്. ഇന്നലെ രാത്രിയാണ് സുരേഷ് രാജിവെച്ചത്. സുകുമാരൻ നായരുമായി ഏറെ അടുപ്പമുണ്ടായിരുന്ന PN സുരേഷ് കലാമണ്ഡലം വൈസ് ചാൻസലർ, ആറന്മുള വാസ്തുവിദ്യാ ഗുരുകുലം ഡയറക്ടർ എന്നീ ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. ശശി തരൂരിനെ രംഗത്തിറക്കി സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിർണായക റോൾ വഹിക്കാൻ ഒരുങ്ങുന്നതിനിടെയാണ് NSSൽ തന്നെ കടുത്ത ഭിന്നത രൂപപ്പെട്ടത്. ന്യൂസ് 18 കോട്ടയം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സമിതി യോഗത്തിൽ ഷാഫി പറമ്പിലിന് നേരെ വിമർശനം. KPCC പ്രസിഡന്റിന്റെ ഇടപെടൽ പ്രതിരോധിക്കാൻ കഴിയുന്നില്ല എന്നാണ് വിമർശനം ഉയർന്നത്. ചില യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെയുള്ള നടപടി ഷാഫി വൈകിപ്പിച്ചു. ഷാഫി ഫുട്ബോൾ കളി കണ്ട് നടക്കുകയാണ് എന്ന് പ്രവർത്തകർ പരിഹസിച്ചു. അടുത്ത സംസ്ഥാന സമ്മേളനത്തിൽ താൻ ഒഴിയുമെന്ന് ഷാഫി പറമ്പിൽ യോഗത്തെ അറിയിച്ചു. എന്നാൽ വാർത്തകൾ അദ്ദേഹം നിഷേധിക്കുകയും ചെയ്തു. എനിക്കെതിരെ വ്യക്തിപരമായിട്ടുള്ള വിമർശനങ്ങൾ എന്നുള്ളതല്ല. കമ്മിറ്റിയിൽ സ്വാഭാവികമായിട്ടും ചർച്ചകളുണ്ടാവും. അതിന് നിങ്ങൾ ഈ പറഞ്ഞ പോലെ സുധാകരപക്ഷം, A ഗ്രൂപ്പ് പക്ഷം, KC പക്ഷം, RC പക്ഷം എന്ന് പറഞ്ഞിട്ടുള്ള വിമർശനങ്ങൾ ഈ കമ്മിറ്റിയിൽ പ്രത്യേകിച്ചും ഇന്നത്തെ കമ്മിറ്റി ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത കമ്മിറ്റിയാണ്. അതുണ്ടാവും. അപ്പം നിങ്ങളുടെ സോഴ്സ് ഒന്നും കൂടെ പരിശോധിക്കണം. KPCC പ്രസിഡന്റ് സ്കൂൾ മേളകളിൽ ഇനി പാചകത്തിനില്ലെന്ന് പ്രഖ്യാപിച്ച് പഴയിടം മോഹനൻ നമ്പൂതിരി. വിവാദങ്ങൾ വേദനിപ്പിച്ചുവെന്നും വർഗീയ അജണ്ടകളാണ് വിവാദങ്ങൾക്ക് പിന്നിൽ എന്നുമാണ് പഴയിടത്തിന്റെ നിലപാട്. തൃശൂരിൽ നടക്കുന്ന ദക്ഷിണേന്ത്യൻ ശാസ്ത്രമേളയിൽ നിന്നും പിന്മാറിയതായി അദ്ദേഹം പറഞ്ഞു. കലോത്സവത്തിന് ഊട്ടുപുരയൊരുക്കാൻ പഴയിടം മോഹനൻ നമ്പൂതിരി ഇനി ഉണ്ടാകില്ല. സസ്യാഹാര മാംസാഹാര വിവാദങ്ങൾക്കിടെയാണ് പഴയിടത്തിന്റെ പിന്മാറ്റം. വിവാദങ്ങൾ വേദനിപ്പിച്ചെന്നും വർഗീയ അജണ്ടകളാണ് വിവാദങ്ങൾക്ക് പിന്നിലെന്നും പഴയിടം. എല്ലാവരെയും ഒന്നും സ്നേഹത്തിന്റെ കണ്ണിലൂടെ മാത്രം കണ്ടിട്ടുള്ളൂ. എനിക്ക് ഇതുവരെ നൽകി വന്നിരുന്ന എല്ലാ പിന്തുണയ്ക്കും എല്ലാ സ്നേഹത്തിനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, കലോത്സവ വേദികളുടെ കൂട്ടുപേറുകളിൽ ഇനി ഞാൻ ഉണ്ടാവില്ല. നന്ദി. തൃശൂരിൽ നടക്കാനിരിക്കുന്ന ദക്ഷിണേന്ത്യൻ സ്കൂൾ ശാസ്ത്രമേളയിൽ നിന്നും പഴയിടം പിന്മാറി. ഇക്കാര്യം അധികൃതരെ അറിയിച്ചു. പഴയിടം തന്റെ ജോലി കൃത്യമായി നിർവഹിച്ചതായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ചിലർ പഴയിടത്തെ വേദനിപ്പിച്ചു കാണും. കേരളത്തിന്റെ അഭിപ്രായം ഒന്നോ രണ്ടോ പേരുടേതല്ലെന്നും മന്ത്രി പറഞ്ഞു. അത് വേദനിപ്പിച്ചിട്ടുണ്ടാവും. അത് ആവശ്യമില്ലാതെ ഒരു അതിവിപ്ലവകാരികളായി പിന്നെ മാറിയ ചിലർ ഒന്നോ രണ്ടോ ആൾക്കാർ, ഏതാനും വിരലെണ്ണാവുന്ന ആൾക്കാർ രാമനാണെന്നും അങ്ങനെയെല്ലാം പറഞ്ഞ് അദ്ദേഹത്തിനെ പറഞ്ഞ് വേദനിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ മൂന്നോ ആൾക്കാരുടെ പോസ്റ്റിംഗ് അല്ല കേരളത്തിന്റെ അഭിപ്രായം. അതേസമയം അടുത്ത കലോത്സവം മുതൽ സസ്യേതര ആഹാരവും ഉൾപ്പെടുത്താനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. വിവാദങ്ങൾ ഉണ്ടാക്കി വേദനിപ്പിച്ചുകൊണ്ടല്ലായിരുന്നു അദ്ദേഹത്തെ യാത്രയാക്കേണ്ടിയിരുന്നത്. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. കലോത്സവ ഉദ്ഘാടന ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരത്തിലും വിവാദം തുടരുകയാണ്. പിന്നണി പ്രവർത്തകരുടെ താൽപര്യവും സംഘപരിവാർ അജണ്ടയും പരിശോധിക്കണമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് ആവശ്യപ്പെട്ടു. മുസ്ലിം വേഷധാരിയെ മോശമായി ചിത്രീകരിച്ചുവെന്നാരോപിച്ച് നേരത്തെ മുസ്ലിം ലീഗ് രംഗത്ത് എത്തിയിരുന്നു. മന്ത്രിയുടെ ആരോപണത്തിന് പിന്നിൽ പ്രത്യേക അജണ്ടയുണ്ട് എന്നും മന്ത്രി വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുകയാണ് എന്നും BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ വിമർശിച്ചു. ഇടവേള. വാർത്തകൾ തടസ്സമില്ലാതെ ന്യൂസ് 18 യൂട്യൂബ് ചാനലിൽ കാണാം. കാടിറങ്ങുന്ന വന്യത. വയനാട് സുൽത്താൻ ബത്തേരിയിൽ ഭീതി വിതച്ച കാട്ടാനയെ പിടികൂടാനായില്ല. PM2വിനൊപ്പം മറ്റൊരു കൊമ്പനും പിടിയും തുടരുന്നതാണ് മയക്കുവെടി വയ്ക്കാൻ തടസ്സമായത്. ദൗത്യം നാളെയും തുടരും. വെള്ളിയാഴ്ച പുലർച്ചെ സുൽത്താൻ ബത്തേരി നഗരത്തിലിറങ്ങിയ PM2 എന്ന മോഴയാനയെ പിടികൂടാൻ മയക്കുവെടി വിദഗ്ധരും കുങ്കിയാനകളും അടങ്ങുന്ന 150 അംഗ വനപാല സംഘം ഇന്ന് രാവിലെ 8 മണിയോടെയാണ് കാട് കയറിയത്. എന്നാൽ ആനയെ കണ്ടെത്താനായെങ്കിലും മയക്കുവെടി വയ്ക്കാനായില്ല.
ചില പ്രതികൂല സാഹചര്യങ്ങൾ ആദ്യം നമ്മൾ രാവിലെ പറഞ്ഞതുപോലെ തന്നെ ഡോക്ടർ നിങ്ങളോടിപ്പോൾ പറഞ്ഞതുപോലെ ഒരു ടസ്കർ കൂടെയുണ്ട്. അതേപോലെ തന്നെ ഒരു ഓപ്പൺ ഏരിയയിലേക്ക് നമുക്ക് ഡാർട്ടിംഗ് ആയിട്ട് കിട്ടിയിട്ടില്ല. ഒരു ഭയങ്കര ബുഷും ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഡാർട്ടിംഗ് പോസിബിൾ ആയിട്ടില്ല. സിഗ്നൽ കിട്ടുന്നുണ്ട്. ഇൻസൈഡ് ഫോറസ്റ്റ് തന്നെയാണ് ആനയുള്ളത്. നമുക്ക് ഈ വൈകിയ വേളയിൽ ഈ നൈറ്റിൽ ഇങ്ങനെയുള്ള സമയത്ത് കാട്ടിൽ നിന്ന് ഡാർട്ട് ചെയ്യുന്നതിനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് ഡാർട്ടിംഗ് ടീം ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുന്നത്. നാളെ തുടരും. കുപ്പാടി ഫോറസ്റ്റ് സ്റ്റേഷനിലെത്തിയ മന്ത്രിക്ക് നേരെ സുൽത്താൻ ബത്തേരി നഗരത്തിൽ യൂത്ത് ലീഗ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. മയക്ക് വെടിവെക്കാനുള്ള ഉത്തരവിറങ്ങിയതിലെ കാലതാമസം സംബന്ധിച്ച വനം മന്ത്രി ചീഫ് വൈൽഡ് ലൈഫ് വാർഡനോട് വിശദീകരണവും തേടി. അതെന്താ അങ്ങനെ സംഭവിക്കും? ബാക്കിയെല്ലാവരും വളരെ സിൻസിയറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു കല്ല് കടിക്കുന്ന പോലെ ഒരു നമ്മളെ പ്രവർത്തനത്തെ ആകെ നിഷ്പ്രഭമാക്കുന്ന ഒരു നിലപാടല്ലേ. അതിന് ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ അങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് അദ്ദേഹത്തിൻ്റെ വിശദീകരണം കിട്ടട്ടെ. മതിയായ കാരണം ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ ശുപാർശ ചെയ്യേണ്ടി വരുമല്ലോ. ഇരുട്ട് വീണതോടെ തെരച്ചിൽ താൽക്കാലികമായി അവസാനിപ്പിച്ച വനപാലകർ മയക്ക് വെടിവെക്കാനുള്ള ശ്രമം നാളെയും തുടരും. PM2 വേണ്ടിയുള്ള ദൌത്യസംഘത്തിന്റെ ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു. നാളെ രാവിലെ വീണ്ടും തിരച്ചിൽ പുനരാരംഭിക്കുമെന്നാണ് വനപാലകർ അറിയിച്ചിട്ടുള്ളത്. ബത്തേരിയിൽ നിന്നും ക്യാമറമാൻ ഷാഫിക്കൊപ്പം രതീഷ് വാസ്തവൻ, ന്യൂസ് 18. പാലക്കാട് പാലക്കുഴിയിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാറിനുള്ളിൽ കയറിക്കൂടി രാജവെമ്പാല. പാലക്കുഴി സ്വദേശി കുഞ്ഞുമോന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാറിനുള്ളിൽ നിന്നാണ് രാജവെമ്പാലയെ കണ്ടെത്തിയത്. കാറിലെ ബോണറ്റിനുള്ളിൽ നിന്നും ശബ്ദം കേട്ടാണ് നോക്കിയത്. എലിയാണെന്ന് വീട്ടുകാർ ആദ്യം കരുതി. ബോണറ്റ് തുറന്നപ്പോൾ കണ്ടത് രാജവെമ്പാലയെ. ഭയന്ന് വിറച്ച വീട്ടുകാർ നാട്ടുകാരെയും വനം വകുപ്പിനെയും വിവരമറിയിച്ചു. വടക്കഞ്ചേരി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സലീം, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സുനിൽ, അപ്പുക്കുട്ടൻ എന്നിവരും പാമ്പ് പിടുത്തത്തിൽ വൈദഗ്ധ്യമുള്ള വടക്കഞ്ചേരി സ്വദേശി മുഹമ്മദ് അലിയും സ്ഥലത്തെത്തി. ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ പാമ്പിനെ പിടികൂടി. പത്ത് വയസ്സ് പ്രായവും 30 കിലോയോളം തൂക്കവുമുള്ള രാജവെമ്പാലയാണ് പിടിയിലായതെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. പാമ്പിനെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുമെന്നും അധികൃതർ അറിയിച്ചു. മുൻപും ഈ പ്രദേശങ്ങളിൽ നിന്ന് രാജവെമ്പാലയെ പിടികൂടിയിട്ടുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. ന്യൂസ് 18 പാലക്കാട്. പാലക്കാട് ചിറ്റൂരിൽ പരിസ്ഥിതി പ്രവർത്തകൻ ആത്മഹത്യ ചെയ്തു. വണ്ണാമട സ്വദേശി KV ജയപാലനാണ് മരിച്ചത്. പശ്ചിമഘട്ടം സംരക്ഷിക്കാത്തതിലുള്ള മനോവിഷമത്തിലാണ് ആത്മഹത്യയെന്ന് എഴുതിയ കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. അലൂമിനിയം ഫോസ്ഫേറ്റ് അകത്തു ചെന്നതാണ് മരണകാരണം എന്ന് പോലീസ് പറഞ്ഞു. തൊഴുത്തിന്റെ തൂൺ ഇടിഞ്ഞു വീണ 5 വയസ്സുകാരൻ മരിച്ചു. ആലപ്പുഴ മാന്നാർ കുരുട്ടിശ്ശേരി കോലടത്ത് വീട്ടിൽ ഗൗരി ശങ്കർ ആണ് മരിച്ചത്. വീടിന് സമീപം ഉപയോഗിക്കാതെ കിടന്ന തൊഴുത്തിന്റെ തൂണിൽ കെട്ടിയിരുന്ന അയയിൽ വലിച്ചു കളിക്കുന്നതിനിടെ കോൺക്രീറ്റ് തൂണ് ഒടിഞ്ഞു വീഴുകയായിരുന്നു. കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഗവൺമെൻറ് JB സ്കൂളിലെ LKG വിദ്യാർത്ഥിയാണ് സുരേഷ് ശ്രീവിദ്യ ദമ്പതികളുടെ മകനായ ഗൗരി ശങ്കർ. കോഴിക്കോട് നടക്കാവിൽ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു. ചെന്നൈ SRM കോളേജ് വിദ്യാർത്ഥി മുഹമ്മദ് ആനിഖ് ആണ് മരിച്ചത്. ഫീസ് അടച്ചിട്ടും പരീക്ഷ എഴുതാൻ സമ്മതിച്ചില്ലെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. വിവരങ്ങളുമായി അശ്വിൻ ചേരുന്നുണ്ട്. അശ്വിൻ, എപ്പോഴാണ് സംഭവം? എന്താണ് ഈ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്? കുടുംബം പറയുന്നത് ഫീസ് അടച്ചിട്ടും പരീക്ഷ എഴുതാൻ അനുവദിച്ചില്ല എന്നാണല്ലോ. അഭിലാഷ്, ഇന്ന് ഉച്ചയ്ക്കാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കാവിൽ ഉണ്ടായത്. ഈ ചെന്നൈ SRM കോളേജിലെ ഒന്നാം വർഷ റെസ്പിറേറ്റീവ് തെറാപ്പി വിദ്യാർത്ഥിയായിട്ടുള്ള മുഹമ്മദ് ആനിഖാണ് ആത്മഹത്യ ചെയ്തത്. 19 വയസ്സായിരുന്നു. മുഹമ്മദ് ആനിഖിന് ഈ 1ാം സെമസ്റ്റർ പരീക്ഷ എഴുതുന്നതിനുള്ള ഫീസ് ഒക്കെ അടച്ചിരുന്നു. പക്ഷേ മുഹമ്മദ് ആനിഖിന് 69% മാർക്ക് മാത്രം 69% അറ്റൻഡൻസ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ അറ്റൻഡൻസ് വെച്ച് പരീക്ഷ എഴുതാൻ കഴിയില്ല എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും തുടർന്ന് പരീക്ഷ എഴുതാൻ സാധിക്കാതെ വന്നതിനെ തുടർന്ന് ഇന്ന് 1ാം സെമസ്റ്റർ പരീക്ഷ തുടങ്ങുന്ന ദിവസമാണ്. ഇന്ന് ഉച്ചയോടുകൂടി മുഹമ്മദ് ആനിക്ക് വീട്ടിൽ തൂങ്ങി മരിക്കുകയായിരുന്നു. ആ സമയത്ത് ബന്ധുക്കൾ പുറത്ത് മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി പോയിരിക്കുകയായിരുന്നു. വീട്ടിലാരും ഉണ്ടായിരുന്നില്ല. തിരിച്ചു വന്നപ്പോഴാണ് ഈ സംഭവം കാണുന്നതും പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാൻ
കഴിഞ്ഞില്ല. ഇക്കാര്യത്തിൽ ബന്ധുക്കൾ ആരോപിക്കുന്നത് ഫീസ് അടച്ചിട്ടും ഫീസ് വാങ്ങിച്ചിട്ടും ഈ പരീക്ഷ എഴുതാൻ അനുവദിക്കാതിരുന്ന ഒരു നടപടിയാണ് ഇത്തരത്തിൽ മുഹമ്മദ് അനിക്കിന്റെ മരണത്തിന് കാരണമായത് എന്നാണ്. അഭിലാഷ്. അശ്വിൻ വെല്ലത്താണ് വിശദാംശങ്ങൾ നൽകിയത്. ക്രിക്കറ്റ് ആരാധകർക്ക് തിരിച്ചടിയായി വിനോദ നികുതി കുത്തനെ കൂട്ടി. ഇന്ത്യ ശ്രീലങ്ക 3ാം ഏകദിനം നടക്കുന്ന തിരുവനന്തപുരം കാര്യവട്ടം സ്റ്റേഡിയത്തിലാണ് സർക്കാരിൻ്റെയും KCAയുടെയും കൊള്ള. 2000 രൂപയുടെ ടിക്കറ്റിന് വിവിധ നികുതികൾ ഉൾപ്പെടെ 2860 രൂപയായി. ഒരിടവേളയ്ക്ക് ശേഷം കാര്യവട്ടത്ത് നടക്കാനിരിക്കുന്ന ഏകദിന മത്സരത്തിന്റെ ആവേശം ടിക്കറ്റ് നിരക്ക് ഇല്ലാതാക്കും. അപ്പർ ടയറിന് 1000 രൂപയും ലോവർ ടയറിന് 2000 രൂപയുമാണ് KCA നിശ്ചയിച്ച ടിക്കറ്റ് നിരക്ക്. ഇതിനു പുറമെ വിനോദ നികുതി സർക്കാർ കുത്തനെ കൂട്ടി. കഴിഞ്ഞ സെപ്റ്റംബറിൽ നടന്ന ഇന്ത്യ ദക്ഷിണാഫ്രിക്ക മത്സരത്തിൽ 5% വിനോദ നികുതിയാണ് ഇത്തവണ സർക്കാർ 12% വർദ്ധിപ്പിച്ചത്. 18% GSTയും കൂടെ കൂട്ടി ഒരു ടിക്കറ്റിന് 30% നികുതി നൽകണം. ഇതോടെ 1000 രൂപ ടിക്കറ്റിന് GSTയും വിനോദ നികുതിയും കൂടെ കൂട്ടി 1445 രൂപയും 2000 രൂപ ടിക്കറ്റിന് 2860 രൂപയുമാകും. സർക്കാർ നികുതി എത്ര ഉയർത്തിയാലും കളി സംഘടിപ്പിക്കുന്ന കേരള ക്രിക്കറ്റ് അസോസിയേഷന് നഷ്ടമില്ല. എന്റർടൈൻമെന്റ് ടാക്സ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ഒരു നിയമം വെച്ചിട്ട് കോർപ്പറേഷന് അത് ലോക്കൽ ബോഡിയാണ് ചെയ്യുന്നത്. കോർപ്പറേഷന് ചെയ്യാൻ പറ്റുന്നത് 24 to 48% ആണ്. കോർപ്പറേഷൻ അത് അവർക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ ഏറ്റവും ലോവസ്റ്റ് ഒരു ഇതിലാണ് 24% എന്ന് പറഞ്ഞു. നമ്മൾ ഗവൺമെന്റിന്റെ അടുത്ത് അത് കുറച്ചുകൂടെ ഇത് ചെയ്യണം, ഇളവ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവരെ വീണ്ടും അതിന്റെ 50% കുറച്ചിട്ട് 12% എന്നാക്കുകയാണ് ചെയ്തത്. 24% വിനോദ നികുതി ആവശ്യപ്പെട്ട കോർപ്പറേഷൻ KCA സർക്കാർ ഇടപെടലിലൂടെയാണ് 12% കൊണ്ട് തൃപ്തിപ്പെട്ടത്. കൊൽക്കത്തയിലും ഗുവാഹത്തിയിലും നടക്കുന്ന ആദ്യ 2 ഏകദിനത്തിലും ഇല്ലാത്ത ടിക്കറ്റ് നിരക്കാണ് ഇങ്ങ് കേരളത്തിൽ. കൂടുതൽ മത്സരങ്ങൾ കേരളത്തിൽ വരണം. പക്ഷേ വരുമാനമുണ്ടാക്കേണ്ടത് കാണികളെ പിഴിഞ്ഞുകൊണ്ടാകരുത്. ക്യാമറമാൻ സന്തോഷിനൊപ്പം നന്ദകുമാർ, ന്യൂസ് 18, തിരുവനന്തപുരം. പട്ടിണി കിടക്കുന്നവർ കളി കാണാൻ വരേണ്ട എന്ന് കായികമന്ത്രി V. അബ്ദുറഹ്മാൻ. കാര്യവട്ടം ഏകദിനത്തിന്റെ ടിക്കറ്റ് നികുതി ഉയർത്തിയതിലാണ് മന്ത്രിയുടെ പ്രതികരണം. നികുതി കുറച്ചാലും ടിക്കറ്റ് വില കുറയില്ല. കഴിഞ്ഞ തവണ നികുതി കുറച്ചിട്ടും ടിക്കറ്റ് വില കുറഞ്ഞില്ല. അമിത ലാഭം സംഘാടകർ എടുക്കാതിരിക്കാനാണ് നികുതി കുറയ്ക്കാത്തത് എന്നും മന്ത്രി പറഞ്ഞു. എങ്ങനെയായാലും ജനങ്ങൾക്കാണ് ബാധ്യതയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നോക്കൂ, കഴിഞ്ഞ തവണ നികുതികൾ കൊടുത്തല്ലോ, ജനങ്ങൾക്ക് ഒരു കാര്യം കിട്ടിയില്ല. അവരാ തുകയും കൂടി കേട്ടി എടുക്കുക ചെയ്തു. BCCI ആ പണം എടുത്തു കൊണ്ടുപോയി. ജനങ്ങൾക്ക് ഈ കാര്യത്തിൽ നികുതി ഇളവ് ചെയ്താലും ജനങ്ങൾക്ക് ടിക്കറ്റ് പണം കുറവ് വരുന്നില്ല. അതോടൊപ്പം തന്നെ ഇത്തരം കളികൾക്ക് എന്തിനു കുറച്ച് കൊടുക്കണം, അതിൻ്റെ ഒരു ആവശ്യകതയുണ്ട്. ഇത് TV-യിൽ സാധാരണ ആളുകൾ കാണുന്നുണ്ട്. നേരിട്ട് കാണണമെങ്കിൽ ടിക്കറ്റ് നിരക്ക് പിന്നെ നികുതി കുറച്ചാലും എടുത്താലും ഒരേ നിരക്ക് തന്നെയാണ് ഈടാക്കുന്നത്. ഇതിനുമായി ബന്ധപ്പെട്ട അഭിപ്രായം പറയുന്നവർ അവരൊന്നും ടിക്കറ്റ് എടുത്തിട്ടല്ല കളി കാണുന്നത്. ഞാൻ കണ്ടു 1-2 നേതാക്കന്മാർ അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞു. ജീവിതത്തിൽ ടിക്കറ്റ് എടുക്കാതെ കളി കണ്ടവരാണ് ഇവരൊക്കെ. അപ്പോൾ അതും കുറച്ച് ഉദ്യോഗസ്ഥരും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇത് സർക്കാരിന് കിട്ടേണ്ട പണം കിട്ടണം. അത് കായിക കാര്യങ്ങൾക്കായി നല്ല രീതിയിൽ പണം ഉപയോഗിക്കുന്നുണ്ട് ഗവൺമെൻറ്. അതിൽ തന്നെ ഇത് ഉപയോഗപ്പെടുത്തും. പിന്നെ ഇന്ന് ഞാൻ മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ചു, അമിതമായ വിലക്കയറ്റം നാട്ടിൽ നടക്കുകയാണ്, അതുകൊണ്ട് കുറച്ച് കൊടുക്കണമെന്ന്. അങ്ങനെ പിന്നെ പട്ടിണി നടക്കുന്ന കളി കാണാൻ പോണ്ട, വേറെ കാര്യമൊന്നുമില്ല. മകരവിളക്കിനൊരുങ്ങി സന്നിധാനം. 60-ാം വയസ്സിൽ അയ്യപ്പ സന്നിധിയിൽ ഭരതനാട്യം അവതരിപ്പിച്ചതിന്റെ സന്തോഷത്തിലാണ് തിരുവനന്തപുരം സ്വദേശിയും റിട്ടയേർഡ് അധ്യാപികയുമായ ഗായത്രി വിജയലക്ഷ്മി. 26-ാം വയസ്സിൽ നൃത്തരംഗത്ത് നിന്ന് പിൻവാങ്ങിയ ഈ കലാകാരി 52-ാമത്തെ വയസ്സിലാണ് പിന്നീട് ചിലങ്കയണിഞ്ഞത്. ഗായത്രിയുടെ 100-ാമത് വേദിയായിരുന്നു ശബരിമലയിലേത്. 9 വയസ്സ് മുതൽ നൃത്തം അഭ്യസിച്ചു തുടങ്ങിയ ഗായത്രി വിജയലക്ഷ്മി കൊല്ലം TKM എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപന രംഗത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും നൃത്തരംഗത്ത് സജീവമായത്. തിരുവനന്തപുരം മിഥിലിയ നൃത്ത വിദ്യാലയത്തിൽ നിന്ന് പരിശീലനം നേടിയാണ് നൃത്തരംഗത്ത് തിരിച്ചെത്തിയത്. ഗണപതി സ്തുതിയോടെയാണ് നൃത്തം ആരംഭിച്ചത്.
രണ്ടാം വരവിലെ 100ാം വേദി അയ്യപ്പ സന്നിധിയിലായതിന്റെ സന്തോഷത്തിലാണ് ഈ കലാകാരി. ഞാൻ ചെറുപ്പത്തിൽ ഡാൻസ് ചെയ്തിരുന്നു. 26 വയസ്സിൽ നൃത്തം അവസാനിപ്പിച്ചതാണ്. പിന്നെ ഒരു 26 വർഷത്തിന് ശേഷം 52 വയസ്സിൽ വീണ്ടും എന്റെ പഴയ ടീച്ചറിന്റെ കീഴിൽ തന്നെ, വിദ്യാലയയിലെ മൈഥിൽ ടീച്ചറിന്റെ കീഴിൽ തന്നെ നൃത്തം പഠിച്ചു തുടങ്ങി. ഇപ്പൊ 7 വർഷമായിട്ട് ഞാൻ പെർഫോം ചെയ്യുന്നുണ്ട്. ഇതെന്റെ 100ാമത്തെ വേദിയാണ്. 60ാമത്തെ വയസ്സിൽ എന്റെ 100ാമത്തെ വേദി ശ്രീ അയ്യപ്പസ്വാമിയുടെ തിരുമുമ്പിൽ ചെയ്യാൻ സാധിച്ചു എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഭാഗ്യമായിട്ടാണ് നമ്മൾ എല്ലാവരും കരുതുന്നത്. കഴിഞ്ഞ 7 വർഷത്തിനുള്ളിൽ കേരളത്തിലെ നിരവധി വേദികളിൽ ഗായത്രി നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ട്. ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം കലാരംഗത്ത് സജീവമായ ഗായത്രിക്ക് പിന്തുണയുമായി കുടുംബവും ഒപ്പമുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട. 10 വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം.